എന്നാ നിങ്ങൾ പൊയ്ക്കോ. ബൈ. എന്റെ പേര് അശ്വതി. എന്റെ പേര് അമൃത. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ദുബായിലാ. മേഡം, മറ്റേ കക്ഷിയെ കാണുന്നില്ലല്ലോ. വരും, ഉറപ്പായിട്ടും വരും. ഉടായ്പ കേസ് വല്ലതും ആണോ? ഉടായിപ്പോ എന്റെ അടുത്തോ? ആകാശം തുളച്ച് ഊഞ്ഞാല് കെട്ടാൻ മടിക്കാത്തവളാ ഈ GS അരുന്ധതി. എന്റെ അടുത്ത് ഉടായ്പ കാണിച്ചാലേ ഞാനവളെ പറപ്പിക്കും ആകാശത്തിലേക്ക്. മേഡം, ദാ വരുന്നുണ്ട്. നീ എവിടെയായിരുന്നു ശ്യാമേ? സാജ, ശ്യാമയ്ക്ക് പാടാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്ക. വന്നോളൂ. വരൂ. കുട്ടി ഇവിടെ നിന്നാ മതി. ഈ ബൂത്തിലാണ് പാടേണ്ടത്. കുട്ടിയം മറ്റാരും കാണില്ല. ചില്ല് അത്ര ക്ലിയർ ഇല്ലാത്ത ടൈപ്പാണ്. പക്ഷേ ശ്യാമയ്ക്ക് എല്ലാവരും കാണാൻ പറ്റും. പാട്ട് കണ്ടക്ട് ചെയ്യുന്ന ആള് ദേ അവിടെ നിന്ന് വിസ്മയെ ആംഗി കാണിക്കും. അപ്പോ ശ്യാമ പാടിയാ മതി. പാടുന്ന ടൈം കണ്ടക്ട് ചെയ്യുന്ന ആള് കാണിച്ചില്ലെങ്കിലും നല്ല പാട്ടുകാർക്ക് അതറിയാൻ പറ്റും. ഒരു ടെൻഷനും വേണ്ടെന്നേ. ഒരു പ്രാണി പോലും കുട്ടിയെ കാണില്ല. ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ? സാർ 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 എന്റെ കുഞ്ഞിന് സുഖമില്ല. അസുഖം വളരെ കൂടുതലാ. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് മരിച്ചു പോകും സർ. ഒന്ന് സഹായിക്കണം സർ. ഞാൻ ഒരുപാട് വണ്ടിക്ക് കൈ കാണിച്ചു, ആരും നിർത്തുന്നില്ല സർ. അയ്യോ, ഞാനൊരു അത്യാവശ്യത്തിന് പോവാണല്ലോ. അങ്ങനെ പറയല്ലേ സർ, എന്റെ കുഞ്ഞിന് കൂടുതലാ. കുഞ്ഞ് മരിച്ചു പോവും. ഏത് ഹോസ്പിറ്റലിലേക്കാ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ആക്കിയാൽ മതി. അയ്യോ, അത് ദൂരം വളരെ കൂടുതലല്ലേ? സർ, ഒന്ന് സഹായിക്കണം പ്ലീസ്. ശരി, കയറിക്കോളൂ. ശരി സർ. വിളക്കത്തിക്കലും പൂജയൊക്കെ കഴിഞ്ഞല്ലേ സാറേ? ഗണപതി ഹോമവും പൂജയൊക്കെ ഉണ്ടായിരുന്നു ആറ്റുകാല്. അത് വെളുപ്പിനെ കഴിഞ്ഞു. ഇനി ഇവിടെ എന്തെങ്കിലും? അത് റെക്കോർഡിംഗ് തുടങ്ങുന്ന സമയത്ത് വിഘ്നേശ്വരൻ ഒരു നാളികേരം ഉടക്കണം. വാണിദേവിയുടെ മുന്നിൽ ഒരു വിളക്കം കത്തിക്കാം. അതുപോലെ? അത് മതി. എന്നാ നമുക്ക് തുടങ്ങാം. സമയമായി. വിവേക് വന്നില്ലല്ലോ ഇതുവരെ. വിവേക് കൂടെ വന്നിട്ട് തുടങ്ങിയാൽ മതി. ഈ വിവേക് എന്താ ഇത്രയും താമസിക്കുന്നേ? അവൻ സമയനിഷ്ഠ പാലിക്കുന്നവനായിരുന്നല്ലോ. ഇതെന്തു പറ്റി? ഇനിയും താമസിച്ച പിന്നെ രാഹുകാലം തുടങ്ങും. അത് ഓർമ്മ വേണം. ഞാൻ എന്തായാലും വിവേകനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ സർ. വിവേകേ, നീ എവിടെയാ? എന്താ ഇത്? സർ, ഞാൻ അധികം താമസിക്കാതെ എത്തിക്കോളാം.
നീ വളരെ പഞ്ച്വാലിറ്റി പാലിക്കുന്ന ആളായിരുന്നല്ലോ, എന്താ പറ്റിയത്? സർ സോറി സർ, ഇതിനിടയ്ക്കൊരു മെഡിക്കൽ എമർജൻസി വന്നു. ഒരു കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമായിരുന്നു. ഞാൻ വേഗം എത്തിക്കോളാം. എടാ രാഘുകാലം ആവാറായി. സർ നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാൻ എത്തിക്കോളാം സർ. വിവേക് ഒരല്പം വൈകും. ആ ശരി, നമുക്ക് തുടങ്ങാം. ആയിക്കോട്ടെ. ഒരു മേഡം മേഡം. ഇരിക്കും. ഇരിക്കും മേഡം. ഹലോ. ഹലോ. ഹലോ, ചെക്ക് ചെക്ക് ചെക്ക്. എന്തോ എറർ കാണിക്കുന്നു സാർ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ആ ചെല്ലേ. കുട്ടി ആ ഹെഡ്ഫോൺ എടുത്ത് വെച്ചോ. വിസ്മയ, എന്നാ നോക്കാം നമുക്ക്. ഒരു മിനിറ്റ് സാർ. സാർ റെഡിയാണ്. വിസ്മയ, ആദ്യം നമുക്കൊരു റിഹേഴ്സൽ നോക്കാം. ഓക്കെ സർ. വിസ്മയ റെഡി? ഓക്കെ റെഡിയാണ് സർ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പോ നമുക്ക് ടേക്ക് പോവാം. ഓക്കെ സർ. സജ റെഡി അല്ലേ? ഓക്കെയാണ് സാർ. ടേക്കാണേ. റെഡി സർ. റെഡി, 1 2 3 സ്റ്റാർട്ട്. സാർ സാർ, അത് റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഓ ഓക്കെ, എല്ലാവരും അവിടെ ഉണ്ട് സാർ. സാറ് കൺസേണിലേക്ക് ചെന്നോളൂ സാർ. ശരി ശരി സാർ. ഞാൻ നോക്കിക്കോളാം.
അപ്പോൾ ഇതുവരെ വിസ്മയ്ക്ക് വേണ്ടി പാടിയിരുന്നത് മുഴുവൻ ശ്യാമയായിരുന്നു അല്ലേ? മോളെ മമ്മി നല്ല സൂപ്പറായിട്ട് നീ പാടി. അഭിനന്ദനങ്ങൾ. നന്നായിരുന്നു കേട്ടോ. നന്നായി പാടി വിസ്മയ. താങ്ക് യു സർ. അഭിനന്ദനങ്ങൾ. ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സർ. ഒന്നാന്തരമായിട്ട് പാടി കിട്ടി. എന്താ ഒരു വോയിസ്. കൺഗ്രാറ്റുലേഷൻസ്. അഭിനന്ദനങ്ങൾ വിസ്മയ. എനിക്ക് വളരെ സന്തോഷമായി. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്. മനോഹരമായി പാടിയെന്ന് എല്ലാരും പറയുന്നു. വിസ്മയുടെ അഭിപ്രായം എന്താ? ഞാൻ അതിമനോഹരമായി തന്നെ പാടി. ഈ പാട്ട് പാടാൻ അവസരം ലഭിച്ചപ്പോ മുതൽ ഞാൻ വല്ലാത്തൊരു ത്രില്ലിലായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് രാവിലെ വരെ ഞാനൊരു ധ്യാനത്തിലായിരുന്നു. അതെ അതെ, തപസ്സായിരുന്നു. ചില മാമുനിമാര് മന്ത്രം ചൊല്ലി തപസ്സിരിക്കുന്നത് പോലെ വിസ്മയ സരസ്വതി മന്ത്രം ചൊല്ലി ഒരേ തപസ്സായിരുന്നു. ആ തപസ്സിൽ ഞാനൊരു പുണ്യമെന്നോണം വ്യക്തമായി കണ്ടു സരസ്വതി ദേവി വന്ന് എന്നെ അനുഗ്രഹിക്കുന്നത്. സന്തോഷപൂർവ്വം തരുന്നതാ. ഈ പാട്ട് ഹിറ്റാവും. അതുകൊണ്ട് പറഞ്ഞതിൽ കൂടുതൽ പ്രതിഫലമുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. എന്തൊരു ശ്രുതിമധുരമായ ആലാപനം, എന്ത് മനോഹരമായ ശബ്ദം. എന്തിനാ കുട്ടി അവനവന്റെ കഴിവുകൾ ഇതുപോലുള്ള വള്ളിക്കെട്ടുകൾക്ക് ദാനം ചെയ്യുന്നത്? ചുണ്ടനക്ക് നിന്ന് ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കുന്ന ആ വിസ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഉളുപ്പുണ്ടോ നോക്കിയേ. അവളങ്ങ് ലോക പ്രശസ്തയാവും. ശരി കുട്ടി. അപ്പോൾ ഇതുവരെ വിസ്മയ്ക്ക് വേണ്ടി പാടിയത് മുഴുവൻ ശ്യാമയായിരുന്നു. ശ്യാമ സർഗവാസമുള്ള കുട്ടിയാണെന്ന് എനിക്കന്ന് തോന്നിയിരുന്നു.
ശ്യാമയെ കാണണം. ഈ ട്രാപ്പിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തണം. ഈ പാട്ട് പാടാൻ അവസരം ലഭിച്ചപ്പോ മുതൽ ഞാൻ വല്ലാത്തൊരു ത്രില്ലിലായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് രാവിലെ വരെ ഞാനൊരു ധ്യാനത്തിലായിരുന്നു. ഒരു മഹാഭാഗ്യം തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മഹാലക്ഷ്മിയെ തട്ടിക്കളഞ്ഞ് മൂശേട്ടെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞതുപോലെയായി. ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാ. ഏതൊരു നാശം പിടിച്ചവൾക്ക് വേണ്ടി തള്ളിക്കളഞ്ഞില്ലേ? ആ വിസ്മയെ ഇങ്ങോട്ട് കയറ്റാതിരിക്കാൻ ഇവിടെ ചിലർക്ക് എന്തൊരു തിടുക്കമായിരുന്നു. ഐശ്വര്യ, ഈ ചിലർ എന്ന് പറയുന്നത് എന്നെ കുറിച്ചാണെങ്കിൽ അതെന്റെ മുഖത്ത് നോക്കി പറയുന്നതായിരിക്കും അതിന്റെ മാന്യത. ഈ മുള്ളും മുനിയൊക്കെ വെച്ച് സംസാരിക്കുന്ന എന്തിനാ? എന്റെ നേരെ നോക്കി ചോദിച്ചൂടെ? ഐശ്വര്യ പറഞ്ഞത് അസത്യമൊന്നുമല്ലല്ലോ, അതില് വാസ്തവമില്ലേ? അമ്മേ, വാസ്തവമുണ്ട്. എനിക്ക് ശ്യാമയോട് ലേശ ഇഷ്ടക്കൂടുതലുണ്ട്. അത് അവളുടെ സ്വഭാവം നല്ലതായതുകൊണ്ട് തന്നെയാ. പക്ഷെ അഖിയെ അടിച്ചു വീഴ്ത്താൻ അവളും കൂട്ടുനിന്നു എന്നറിഞ്ഞപ്പോ എല്ലാവരോടൊപ്പം ഞാനും അവളെ തള്ളി പറഞ്ഞു. അത് വ്യക്തിവൈരാഗ്യമോ കുശുമ്പോ അസൂയോ ഒന്നും കൊണ്ടായിരുന്നില്ല. എന്റെ അനിയനെ ഉപദ്രവിച്ചു എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അവളെ തെറ്റുകാരിയല്ല എന്നും നിരപരാധിയാണെന്നും അറിഞ്ഞപ്പോ അവളോട് ആദ്യം മാപ്പ് ചോദിച്ചതും ഞാൻ തന്നെയാ. വിസ്മയ വലിയ പാട്ടുകാരിയോ പ്രശസ്തിയോ ഒക്കെ ആയേക്കാം. പക്ഷെ അവൾക്കും അമ്മയ്ക്കും നേരും നെറിയോ ഒട്ടുമില്ല. മനസ്സിലായില്ലേ അമ്മേ ഇവരുടെ മനസ്സിലിരിപ്പ്? കണ്ടില്ലേ താനി സ്വഭാവം? ആ അമ്പലവാസി പെണ്ണിനെ കയ്യിലെടുത്ത് അമ്മയ്ക്കെതിരെ അംഗം കുറിക്കാനാ ഇവരുടെ ഒരുക്കം. ഐശ്വര്യ, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഇരിക്കുന്ന എന്റെ അമ്മയും എന്നെയും തമ്മിൽ ശത്രുവാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. അമ്മയുടെ ആദ്യ മരുമകൾ ഞാനാണ്. ഞാൻ അമ്മയെ സ്നേഹിക്കുന്നില്ലെന്നോ ബഹുമാനിക്കുന്നില്ലെന്നോ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചാൽ പിന്നെ ഞാനിവിടെ ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും അമ്മ എന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി എന്നെ തിരിച്ചു വിളിക്കുമെന്ന ഉറപ്പോടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അമൃതേ, വിസ്മയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കൂടുന്ന എന്തിനാ? എനിക്ക് ശ്യാമയുടെ ശത്രുതയുള്ളൂ, അമൃതയോടില്ല. കൊട്ടേഷനും ഏറ്റെടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസും കൈപ്പറ്റിയിട്ട് ഒന്ന് വിളിച്ചു പറയാനുള്ള മര്യാദ പോലും അയാൾ കാണിക്കുന്നില്ലല്ലോ. ഇന്ന് അവനെ ശരിപ്പെടുത്തിയിട്ട് തന്നെ കാര്യം. ഹലോ സാറേ. എന്തുവാടോ നാരായണ, താൻ എന്നെ വിഡ്ഢിയാക്കുവാണോ? സാർ, ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത് അഡ്വാൻസും വാങ്ങിയിട്ട് ഒന്നും ചെയ്യാതെ ഒളിച്ചു നടക്കുന്ന തന്റെ ജീവൻ ഇപ്പൊ എന്റെ ഔദാര്യമാണ്. അതറിയാവോ നാരായണ? സാർ, നമ്മക്കാർക്കൊരു കുഴപ്പവും കൂടാതെ ഈ കാര്യം നടത്തണമല്ലോ. അതിനൊരവസരം കാത്തിരിക്കുക ഞാൻ. അവസ്ഥ താനിത് പല പ്രാവശ്യമായിട്ട് പറയുന്നു. അതെ, അണക്കര കൊട്ടാരത്തിൽ ജഗന്നാഥന് വാചകമടിച്ചല്ല ശീലം, പ്രവർത്തിച്ച. സാർ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുക, താൻ എന്നെ കൊണ്ട് കടും കൈകളൊന്നും ചെയ്യിക്കല്ലേ നാരായണ. സാർ, സാറിൻ്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഒരു നിസ്സഹായാവസ്ഥയോട് സാറിന് മനസ്സിലാക്കണം. ഞാൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. പിന്നാലെ നടന്നിട്ട് എന്തുവാടോ കാര്യം? താൻ കാര്യം നടത്ത്, എന്നിട്ട് പറ.